السلام عليكم ورحمة الله وبركاته. تحفظ المتقاعدين يزعج الصائمين. إلى التفاصيل. قبل أيام كتبت ناصية أقول فيها لا بد من استحداث ضريبة تسمى ضريبة المتقاعد في استخدام الجوال، لأن بعض المتقاعدين لديهم فرط حركة في إرسال الرسائل التي يكون القليل منها صحيحا ومفيدا، والكثير منها إما بعيدا عن الصحة أو مكررا. ولا أبالغ إذا قلت إن أحد المتقاعدين يرسل لي في اليوم أكثر من 50 رسالة. بعد أن كتبت هذه الناصية ونشرتها في تويتر تتاجرت الردود واشتعلت نار الفتنة بيني وبين شرائح ليست قليلة من إخواني وأخواتي المتقاعدين والمتقاعدات، لأن بعضهم أقصده. فمشكلة بعض المتقاعدين والمتقاعدات بعدهم عن الواقع، لذلك يندهشون من الأخبار العادية ويتفاجؤون من الأشياء التي لا مفاجأة فيها. ولكم أن تتصوروا أن أحد المتقاعدين أرسل لي قبل أسبوع خبرا تعلوه كلمة عاجل، يقول إيقاف صحيفة الحياة لمدة 3 أيام لأنها نشرت المقال الفلاني. وأنتم تعرفون أن هذه الحادثة وقعت قبل 5 سنوات. ولكن المتقاعد حين علم بهذا الخبر طار في إعجاج الشائعات وألقى القبض على جوالي وحدد الكل وأرسل لهم الرسالة. أعتقد أن كمية الفراغ التي يعاني منها بعض المتقاعدين وأحيانا الإحساس جعل من بعض هؤلاء المتقاعدين أداة من أدوات نشر بعض الأشياء المحبطة والتسرع في إرسال الشائعات التي لا تنفع بل الغالب تضر. إنني لست ضد تبادل الرسائل، بل أنا من المؤيدين لها، ولكن بشرطين. الشرط الأول أن تكون قليلة بمعدل رسالة أو رسالتين في اليوم، والشرط الثاني أن تخص المرسل، وأعني بذلك إما أن تكون خبرا عنه أو مقالا كتبه أو خواطر كتبها في لحظة صفاء ذهني أو عن نجاح يحققه في أي مجال من مجالات الحياة. أما الرسائل التي يتم تدبيرها بين الناس فهي قد وصلت إلي قبل أن التي تبدأ بعبارة كما وصلني، فهي توحي لك بأن صاحبها يدعي أنه مطلع على الأمور لكنه لا يريد أن يتحمل المسؤولية. حسنا، ماذا بقي؟ بقي القول أرجوكم يا قوم حافظوا على بصري وأبصاركم ولا ترسلوا إلا المواد التي تبدعونها وتكتبونها وتتفوقون بها بعيدا عن القص والنسخ واللصق. أما الأخبار العامة ورسائل الصباح والمساء والجمعة مباركة فهي مشاعر إلكترونية مملة. السلام عليكم ورحمة الله وبركاته. നമ്മുടെ ഇന്നത്തെ ലെസൺ ഇന്നിറങ്ങിയ അൽമദീന പത്രത്തിലെ ഒരു കോളമാണ്. ഈ വിഷയം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്, നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ്. ആദ്യമായ ഒരു കാര്യം പറയാം. ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ വിഷയം ആരെങ്കിലും ഉദ്ദേശിച്ചാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർശികമാണ്, ആരെയും ഉദ്ദേശിച്ചല്ല. ഹെഡിങ്ങിലേക്ക് വരാം. തഹാഫുത്തുൽ മുതഖായിദീൻ യുസ്ഇജു സ്വായിമീൻ. തഹാഫുത്തുൽ മുതഖായിദീൻ, മുതഖായിദ് എന്ന് പറഞ്ഞാൽ റിട്ടയർഡ്, അതായത് ജോലിയിൽ നിന്ന് റിട്ടയർഡായ ആളുകൾ, അവരുടെ തഹാഫുത്ത്, അവരുടെ കടന്നുകയറ്റം. യുസ്ഇജു സ്വായിമീൻ, നോമ്പുകാരെ അലോസരപ്പെടുത്തുന്നുണ്ട്, അവരുടെ ഇൻകൺവീനിയൻസ് ചെയ്യുന്നുണ്ട്. ഇസ്ആജ് നമ്മൾ പറയാറുണ്ട്, തദ്റു ഇസ്ആജക്കും, ദ ഇൻകൺവീനിയൻസ് ഈസ് തദ്റു ഇസ്ആജക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ. ആ ഇസ്ആജ്, ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ അലോസരപ്പെടുത്തുക എന്നൊക്കെ പറയാം. വിശദീകരണത്തിലേക്ക് വന്നാൽ, ഖബല അയ്യാം, ദിവസങ്ങൾക്ക് മുമ്പ്, കതബ്തു നാസിയതൻ അഖൂലു ഫീഹാ, ഞാനൊരു തലക്കെട്ട്, ഞാനൊരു ഹെഡിങ് അല്ലെങ്കിൽ ഒരു തലവാചകം എഴുതി.
അഖൂലു ഫിഹാ, അതിൽ ഞാൻ പറഞ്ഞത് ലാബുദ്ദ മിൻ ഇസ്തിഹ്ദാസി ലരീബത്തിൻ തുസമ്മ ലരീബത്തുൽ മുതഖായിദ് ഫി ഇസ്തിഖ്ദാമിൽ ജവ്വാൽ. ലാബുദ്ദ മിൻ ഇസ്തിഖ്ദാമി ലരീബത്തിൻ, ഒരു ലരീബത്തും കൂടി, ഒരു ടാക്സ് അതും കൂടി പുതിയതായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. തുസമ്മ, അതിന് പേരിടണം ലരീബത്തുൽ മുതഖായിദ് ഫി ഇസ്തിഖ്ദാമിൽ ജവ്വാൽ. മൊബൈൽ ഉപയോഗിക്കുന്നതിലുള്ള റിട്ടയർഡ് ആളുകളുടെ ടാക്സ്, അവർ കൊടുക്കേണ്ട ടാക്സ്, അതായത് മൊബൈൽ ഉപയോഗിക്കുന്നതിന് അവർ കൊടുക്കേണ്ട ടാക്സ് എന്ന പേരിൽ ഒരു ടാക്സും കൂടി പുതുതായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. ലരീബത്തുൽ മുതഖായിദ് ഫി ഇസ്തിഖ്ദാമിൽ ജവ്വാൽ എന്ന പേരിൽ. കാരണം ലിഅന്ന ബഅദൽ മുതഖായിദീൻ, ചില റിട്ടയർഡ് ആളുകൾ അവരുടെ അടുക്കലുണ്ട് ഫർത്തു ഹർക്ക, ഒരു ഹൈപ്പർ ആക്ടിവിറ്റി. ഫർത്തു ഹർക്ക എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി, ഒരു അമിതം പ്രവർത്തിക്കൽ. ഫി ഇർസാലി റസായിൽ, മെസ്സേജുകൾ അയക്കുന്നതിൽ, മൊബൈലിൽ നിന്നും മെസ്സേജുകൾ അയക്കുന്നതിൽ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഈ റിട്ടയർഡ് ആളുകളിൽ കാണപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ കോളത്തിൽ റിട്ടയർഡ് ആളുകളാണ് ഉദ്ദേശിച്ചതെങ്കിൽ നമുക്കിവിടെ വേണമെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് ഒരു പണിയുമില്ലാത്തവർ, വേലയും കൂലിയില്ലാത്തവർ എന്നൊക്കെ വേണമെങ്കിൽ വെക്കാം. ഇവിടെ മുതഖായിദ് എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ആളുകൾ തന്നെയാണ് അർത്ഥം. അപ്പോ ലദൈഹിം, അവരുടെ അടുക്കൽ കാണപ്പെടുന്നുണ്ട് ഫർത്തു ഹറക്ക, ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഫി ഇർസാലി റസായിൽ, മെസ്സേജുകൾ അയക്കുന്നതില്. അല്ലത്തി, എങ്ങനത്തെ മെസ്സേജുകളാണ്? യകൂനുൽ ഖലീലു മിൻഹാ സഹീഹൻ വ മുഫീദൻ, ആ മെസ്സേജുകൾ വളരെ കുറച്ച് മാത്രമേ സഹീഹൻ കറക്റ്റ് ആവുള്ളൂ, വ മുഫീദൻ യൂസ്ഫുൾ ആവുള്ളൂ. വൽ കസീറു മിൻഹാ, അതേസമയം അതിൽ കൂടുതലും ഇമ്മ ബഈദൻ അനി സിഹ, ഒന്നുകിൽ അത് ക്രെഡിബിലിറ്റി തീരെ ഇല്ലാത്തതായിരിക്കും. ഒരുപാട് നമുക്ക് കിട്ടിയതായിരിക്കും, പിന്നെയും അയച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരിക്കലും വിശ്വാസയോഗ്യമാവില്ല, അതിന് ഓതന്റിസിറ്റി ഉണ്ടാവില്ല, അതുപോലത്തെ ആയിരിക്കും. അദ്ദേഹം പറയാണ് വലാ ഉബാലിഗു ഇദാ ഖുൽത്, ഞാൻ പറഞ്ഞാൽ കൂടുതലാവൂല. എന്ത് പറഞ്ഞാല്? ഇന്ന അഹദൽ മുതഖായിദ്, ഒരു റിട്ടയർഡ് ആള്, യുർസിലു ഫിൽ യൗം, ഒരു ദിവസം എനിക്ക് അയക്കുന്നു അക്സറ മിൻ 50 റിസാല, 50 മെസ്സേജുകളേക്കാൾ കൂടുതൽ ഒരു ദിവസം എനിക്ക് ഒരാൾ അയക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് കൂടുതലാവൂല. വലാ ഉബാലിഗു ഇദാ ഖുൽത്, ഞാൻ പറഞ്ഞാൽ അത് ഞാൻ പെരുപ്പിച്ച് പറയല്ല, ഞാൻ ഒരിക്കലും പെരുപ്പിച്ച് പറയല്ല, ഞാൻ അത് കൂടുതലാവൂല. കാരണം അങ്ങനെയാണ് ആളുകൾ ഇപ്പോ. ബഅദ കതബ്തു ഹാദിഹി നാസിയ, ഞാൻ ഈ തലവാചകം എഴുതി കഴിഞ്ഞതിന് ശേഷം, വനശർതുഹാ ഫീ ട്വിറ്ററിൽ ഞാനത് പബ്ലിഷ് ചെയ്തതിനു ശേഷം, തതായറത്തു റുദൂദ്, റിപ്ലൈകൾ പറന്നു വന്നു, ഒരുപാട് റിപ്ലൈകൾ റെസ്പോൺസുകൾ പറന്നു വന്നു. വസ്തഗലത് നാറുൽ ഫിത്ന, ഫിത്ന എന്റെയും ആ ചിപ്പുകളുടെയും അല്ലെങ്കിൽ മൊബൈലുകളുടെയും ഇടയിൽ, മൊബൈൽ ചിപ്പുകളുടെ ഇടയിൽ, എന്റെയും ചിപ്പുകളുടെയും ഇടയിൽ ഫിത്നയുടെ ആ തീ ആളിക്കത്തി, ആകെ പ്രശ്നമായി എന്നർത്ഥം. ലൈസത്ത് ഖലീല, കുറച്ചൊന്നുമല്ല. മിൻ ഇഖ്വാനി വ അഖവാതി അൽ മുതഖായിദീന വൽ മുതഖായിദാത്ത്, എന്റെ സഹോദരന്മാര്, ഫ്രണ്ട്സുകള്, റിട്ടയർഡായ ആണുങ്ങളും പെണ്ണുങ്ങളും, അവരെല്ലാവരും പിന്നെ ഫിത്നയുടെ നാറ് തീ ആളിക്കത്താൻ തുടങ്ങി അവർക്കിടയിൽ. ലിഅന്ന ബഅദഹും, കാരണം ചിലര് ലന്ന, അവർ വിചാരിച്ചു, അന്നി അഖ്സിദുഹു, ഞാൻ അവരെയാണ് ഉദ്ദേശിച്ചത് എന്ന്, ഞാൻ അവരെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അവർ ധരിച്ചു. കാരണം എല്ലാവരും ഇങ്ങനെയാണ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വാന ഫേലൻ, യഥാർത്ഥത്തിൽ ആക്ച്വലി, ഫേലൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അഖ്സിദുഹു, ഞാൻ അവനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഫമുഷ്കിലത്തു ബഅദിൽ മുതഖായിദീന വൽ മുതഖായിദാത്ത്, എന്താണ് ഇവരുടെ പ്രശ്നം? ചില റിട്ടയർഡ് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും പ്രശ്നം ബുഅദുഹും, അവര് ഒരുപാട് അകലെയാണ് എന്നുള്ളതാണ്. അനിൽ ഒരുപാട് അകലെയാണ്. ലിദാലിക, അതുകൊണ്ട് തന്നെ യന്തഹിഷൂന മിനൽ അഖ്ബാരിൽ ആദിയ, നിസ്സാരമായ സാധാ വാർത്തകൾ കണ്ടാൽ അവർ നെട്ടുന്നു, അവരിൽ നെട്ടൽ ഉളവാകുന്നു. അല്ലെങ്കിൽ ഒരു സാധാ വാർത്തയായിരിക്കും, പക്ഷെ അതിന് അവർക്ക് വലിയ നെട്ടലുണ്ടാകും, വലിയ വാർത്തയായി അവർക്ക് തോന്നും. വയതഫാജഊന മിനൽ അഷ്യാഇ, ചില അല്ലത്തി ലാ മുഫാജഅത ഫീഹാ, ഒരു സർപ്രൈസും ഇല്ലാത്ത കാര്യങ്ങളിൽ അവർക്ക് സർപ്രൈസ് ഉള്ളവരാകും. വയതഫാജഊന, അവർക്ക് സർപ്രൈസ് ഉണ്ടാകും. മിനൽ അഷ്യാഇ, ചില കാര്യങ്ങളിൽ, അല്ലത്തി ലാ മുഫാജഅത ഫീഹാ, ഒരു സർപ്രൈസ് ഉണ്ടാവില്ല. നമുക്ക് വലിയ സർപ്രൈസ് അയക്കുന്നതായിരിക്കും, പക്ഷെ ഒന്നും ഉണ്ടാവില്ല അതില്. അത് അവരുടെ സ്വഭാവം, അതാണ് അവരുടെ പ്രശ്നം. കാരണം അവർ യാഥാർത്ഥ്യത്തിൽ നിന്നും ഒരുപാട് അകലെയാണ്. വലക്കും അൻ തതസവ്വറു, നിങ്ങൾക്ക് തന്നെ ഇമാജിൻ ചെയ്യാം. വലക്കും അൻ തതസവ്വറു, നിങ്ങൾക്ക് തന്നെ ഇമാജിൻ ചെയ്ത് നോക്കാം. അന്ന അഹദൽ മുതഖായിദീൻ, ഒരു റിട്ടയർഡായ ഒരാള്, അർസലലി, എനിക്ക് അയച്ചു തന്നു, ഖബല ഉസ്ബു, ഒരാഴ്ച മുമ്പ്. അതിന്റെ മുകളിൽ ആജിൽ, അർജന്റ് എന്ന് ഹെഡിങ് എന്നൊരു വാക്കുണ്ട്. നമ്മൾ റെഡില് ചുവപ്പിൽ എഴുതാറുണ്ടല്ലോ, ആജിൽ. തഅലൂഹു, അതിന്റെ മുകളിലുണ്ട് കലിമത്ത് ആജിൽ, ആ മെസ്സേജിന്റെ മുകളിൽ ആജിൽ എന്ന വാക്കുണ്ട്. യഖൂലു, ആ മെസ്സേജ് എന്താ പറയുന്നത്? ഈഖാഫു സ്വഹീഫ അൽ ഹയാത്ത്,
അൽ ഹയാത്ത് പത്രം നിർത്തിവെച്ചു. ലിമുദ്ദത്തി സലാസത്തി അയ്യാം 3 ദിവസത്തേക്ക് സഹീഫ അൽ ഹയാത്ത് പത്രം നിർത്തിവെച്ചു. കാരണം എന്താ? ലിഅന്നഹ നശറത്ത് അൽ മഖാൽ അൽ ഫുലാനി, ഇന്ന മഖാൽ, ഇന്ന ലേഖനം അതിൽ പ്രസിദ്ധീകരിച്ചു, ആ കാരണത്താൽ പ്രശ്നമായി, അങ്ങനെ നിർത്തിവെച്ചു എന്നൊരു വാർത്ത. ഏറ്റവും മുകളിൽ ആജിൽ, അർജന്റാണ്, എല്ലാവരും പെട്ടെന്ന് അറിയണം എന്നൊരു വാക്കുമുണ്ട്. വാന്തും താരിഫും, നിങ്ങൾക്കറിയാം, അന്ന ഹാദിഹിൽ ഹാദിസ, ഈ സംഭവം വഖഅത്ത് ഖബല 5 സനവാത്ത്, 5 വർഷം മുമ്പ് സംഭവിച്ച സംഭവമാണ്. പക്ഷെ ആള് പ്രളയാക്കുന്നത്. വലാകിന്നൽ മുത്തഖായിദ്, പക്ഷെ ഈ റിട്ടയർഡ് ആള് ഹീന അലിമ ബിഹാദൽ ഖബർ, ഈ വാർത്ത അറിഞ്ഞപ്പോൾ തോറഫ ഇജാജി പറന്നു, റൂമറുകളിൽ പരന്നു. വഅൽക്കൽ ഖബ്ദ അലൽ ജവാൽ, മൊബൈൽ എടുത്തു. വഹദ്ദൽ കുല്ല, എല്ലാവരെയും സെലക്ട് ചെയ്തു. വഅർസല ലഹും റിസാല, മൊത്തം എല്ലാവർക്കും മെസ്സേജ് അയച്ചു. അഅതഖിദു, ഞാൻ വിശ്വസിക്കുന്നത്, അന്ന കമ്മിയത്തുൽ ഫറാഗ് അല്ലതി യുആനി മിൻഹാ ബഅദുൽ മുതഖായിദീൻ, ചില റിട്ടയർഡ് ആളുകൾ അഭിമുഖീകരിക്കുന്ന ആ ഒഴിവ് സമയം അല്ലെങ്കിൽ വഹയാനം ചിലപ്പോൾ അൽ ഇഹ്സാസ് ബിൽ മദ്ലൂമിയ, അവര് മദ്ലൂമിയ എന്നുള്ളൊരു ഫീലിംഗ്, അവർ ഒപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവരാണ് എന്നുള്ളൊരു ഫീലിംഗ്, അല്ലെങ്കിൽ തഫസ്സി തശാഉം, ഒരു അസന്തുഷ്ടി, അതിങ്ങനെ പരക്കൽ, അവരെക്കുറിച്ച് അവർക്കൊരു അസന്തുഷ്ടി അല്ലെങ്കിൽ മനസ്സിലൊരു നെഗറ്റീവ് ഫീലിംഗ്, ഒരു അസന്തുഷ്ടി പരക്കൽ, ഇതൊക്കെ ജാല മിൻ ബഅദി ഹഉലാഇൽ മുതഖായിദീൻ, ചില റിട്ടയർഡ് ആളുകളിൽ നിന്നും ഉണ്ടാക്കി, അദാതൻ മിൻ അദവാതി നശ്രി ബഅദിൽ അഷ്യാഇൽ മുഹ്ബിത, എന്നും പറയാം, മിൻ അദവാതി നശ്രിൽ ബഅദിൽ അഷ്യാ, ചില കാര്യങ്ങൾ, ചില വാർത്തകളൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന, പരത്തുന്ന ഒരു ഉപകരണങ്ങളിൽപ്പെട്ട ഒരു ഉപകരണമാക്കി മാറ്റി. എങ്ങനത്തെ വാർത്ത? അൽ മുഹ്ബിത, ഒരിക്കലും ക്രെഡിബിലിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ പരാജയകരമായ, ഫ്രസ്ട്രേറ്റഡ് ആയ എന്ന് പറയാം, മുഹ്ബത്ത്, ഫ്രസ്ട്രേറ്റഡ് ആയ കാര്യങ്ങൾ ഇങ്ങനെ പരത്തുന്ന ഒരു ഉപകരണമാക്കി മാറ്റി. ഇവർക്ക് ഇങ്ങനെ ഈ ഒരുപാട് ഒഴിവ് സമയമുണ്ട് എന്നുള്ളതും ഒരു പണിയുമില്ല എന്നുള്ളതും, അല്ലെങ്കിൽ ഒപ്രസ്ഡ് ആയിട്ട് അടിച്ചമർത്തപ്പെട്ടവനായിട്ടുള്ള ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു അസന്തുഷ്ടി, ഒരു പരത്തൽ, ഒരു ഫെയിലിയർ ആയൊരു തോന്നൽ, അതൊക്കെ. അതുപോലെ തന്നെ ഫി ഇർസാലി ഷായിയാത്ത്, റൂമേഴ്സുകൾ ഇങ്ങനെ അയക്കുന്നതിലുള്ള അവരുടെ ആ തസറു, ഹറിനസ്, അവർക്കുള്ള ഒരു ഹറി, അല്ലത്തീല തംഫ, ഒരു ഉപകാരവും ഇല്ലാത്ത കുറെ റൂമേഴ്സ് ഇങ്ങനെ പരത്തുക. ബൽ എന്ന് മാത്രം റൂമേഴ്സ് കൊണ്ട് അങ്ങനത്തത് ഇങ്ങനെ ഇർസാൽ, അതിങ്ങനെ സെൻഡ് ചെയ്യുന്നതിലുള്ള അവരുടെ ഹറിനസ്, ഇതിനൊക്കെ കാരണം അവർക്ക് ഒരുപാട് ടൈമുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു അടിച്ചമർത്തപ്പെട്ട ഫീലിംഗ് ഉണ്ടായി, ഒരു ഒപ്രസ്ഡ് ആയ ഫീലിംഗ് ഉണ്ടായി എന്നുള്ളതാണ്. ഇന്നനീ ലസ്തു ളിദ്ദ തബാദുലി റസായിൽ, ഞാനൊരിക്കലും മെസ്സേജുകൾ ഷെയർ ചെയ്യപ്പെടുന്നതിന്റെ എതിരല്ല. ഇന്നനീ ലസ്തു ളിദ്ദ തബാദുലി റസായിൽ, റസായിൽ തബാദുൽ, അത് ഷെയർ ചെയ്യുക, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, അതിന്റെ എതിരല്ല ഞാൻ. ബൽ എന്ന് മാത്രമല്ല, അന മിനൽ മുഅയ്യിദീന ലഹ, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവനുമാണ്. വലാകിൻ ബി ശർത്തൈൻ, പക്ഷേ 2 കണ്ടീഷൻ ഉണ്ട്. എന്താണ്? അശ്ശർത്തുൽ അവ്വൽ, ഒന്നാമത്തെ കണ്ടീഷൻ, അൻ തകൂന ഖലീലതൻ, ആ മെസ്സേജ് വളരെ ഷോർട്ട് ആയിരിക്കണം, ചെറിയ മെസ്സേജ് ആയിരിക്കണം. ബി മുഅദ്ദലി റിസാല ഔ റിസാലതൈൻ ഫിൽ യൗം, ഒരു ദിവസം 1-2 മെസ്സേജ് മാത്രം. വശർത്തു സാനി, രണ്ടാമത്തെ കണ്ടീഷൻ, അൻ തഖുസ്സൽ മുർസിൽ, അത് മുർസിലിനെ, അയക്കുന്നവനുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ഏതെങ്കിലും കാര്യം വെറുതെ ഇങ്ങനെ അയക്കുന്നവനെ ബന്ധപ്പെട്ടതായിരിക്കണം. വാനിബിദാലിക്ക്, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഐ മീൻ ഇമ്മാൻ തകൂന ഖബറൻ അൻഹു, അവനെ കുറിച്ചുള്ള ഒരു വാർത്തയായിരിക്കണം. ഔ മക്കാലൻ കതബഹു, അല്ലെങ്കിൽ അവൻ എഴുതിയ ഒരു ലേഖനമായിരിക്കണം. ഔ ഖവാത്തിറ, അല്ലെങ്കിൽ ചില ചിന്തകളായിരിക്കണം. കതബഹ, അവൻ എഴുതി ഫീ ലഹദത്തി സഫായിൻ ദിഹ്നീൻ, അവന്റെ ഹൃദയം നല്ല ക്ലാരിറ്റിയുള്ള, അവന് ഹൃദയം നല്ല ക്ലാരിറ്റിയുള്ള സമയത്ത്, നല്ല മനസ്സോടെ ആ സമയത്ത് അവൻ എഴുതിയ പല ചിന്തകൾ, അതായിരിക്കണം. അവൻ നജാഹിൻ യുഹഖിഖുഹു ഫി അയ്യി മജാലിൻ മിൻ മജാലാത്തിൽ ഹയാത്തി, ജീവിതത്തിന്റെ മേഖലയിൽപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയിൽ അവൻ സ്വാംശീകരിച്ച, അല്ലെങ്കിൽ അവൻ അച്ചീവ് ചെയ്ത ഒരു വിജയത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ആയിരിക്കണം. അങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള രണ്ടാമത്തെ ഷർത്ത്. അങ്ങനെ 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നതിന് എതിരല്ല. പക്ഷേ അമ്മർ റസായിലുല്ലത്തി യതിമു തദ്വീറുഹ, ഇവരെ റൊട്ടേറ്റഡ് ആയി പോകുന്ന മെസ്സേജുകൾ, അമ്മർ റസായിലുല്ലത്തി, ചില മെസ്സേജുകൾ യതിമു തദ്വീറുഹ, അതിങ്ങനെ റൊട്ടേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. റൊട്ടേഷൻ ഇലയ്യ, അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഖബല അൻ യതഖാഅദൽ മുതഖായിദു, ഈ റിട്ടയർ ചെയ്ത ആള് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആള് റിട്ടയർ ചെയ്തതിനു ശേഷം പിന്നെ എനിക്ക് അയക്കേണ്ട ആവശ്യമില്ല, കുറെ മുമ്പ് കിട്ടിയതാണ്. നമുക്ക് വരുന്ന പല മെസ്സേജുകളും അങ്ങനായിരിക്കും, ഒരുപാട് മുമ്പ് കിട്ടിയതായിരിക്കും. വകദാലിക റസായിലുല്ലത്തി തബ്ദഉ ബിഇബാറ,
കമാ വസലനി. അതുപോലെ തന്നെ ചില മെസ്സേജുകൾ അല്ലത്തി തബ്ദഉ, അത് തുടങ്ങുന്നു ബിഇബാറ, ഒരു വാചകം കൊണ്ട്, എന്ത്, കമാ വസലനി, ആസ് റസീവ്ഡ് എന്നൊരു വാചകം മുകളിലുണ്ടാവും. അതിന്റെ അർത്ഥം എന്താ? ഫഹിയ തൗഹീലക, നിനക്കത് തോന്നിപ്പിക്കും, നിനക്കത് പറഞ്ഞു തരും, ബി അന്ന സ്വാഹിബഹ, അത് അയച്ച ആള് അല്ലെങ്കിൽ അതിന്റെ ആള് യദ്ദഇ, അവൻ വാദിക്കുന്നു, അന്നഹു മുത്തലിഉൻ അലൽ ഉമൂർ, കാര്യങ്ങളൊക്കെ അവൻക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ ലാകിന്നഹു ലാ യുരീദു അൻ യതഹമ്മലൽ മസ്ഊലിയ, ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ആസ് റസീവ്ഡ് എന്ന് പറഞ്ഞത്. എനിക്ക് കിട്ടിയത് ഇതാ അയക്കുന്നു, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അതിന്റെ ഉത്തരവാദി ഞാനല്ല, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നർത്ഥത്തിൽ. അങ്ങനെ കമാ വസലനി, ആസ് റസീവ്ഡ് എന്ന് എഴുതിയാണ്ടും ചില മെസ്സേജുകൾ വരാറുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഞാൻ പറഞ്ഞ 2 കണ്ടീഷനുള്ള മെസ്സേജുകൾ മാത്രമാണ്. ഹസനൻ, വെൽ, ഓക്കെ. മാതാ ബക്കി, ഇനി എന്ത് കിട്ടി, എന്ത് നേടി, എന്തുണ്ടായി? പിന്നെ ബക്കിയൽ കൗൽ, ഒരു വാക്ക് മാത്രം അവശേഷിച്ചു. അർജൂക്കും യാ കൗം, ജനങ്ങളെ പ്ലീസ്, ഹാഫിദു അലാ ബസരി വ അബ്സാരിക്കും, നിങ്ങളുടെ കണ്ണും എന്റെ കണ്ണിനെയും നിങ്ങൾ സംരക്ഷിക്കുക. വലാ തുർസിലു ഇല്ലൽ മവാദ്, നിങ്ങളെ അയക്കരുത്, ഇല്ലൽ മവാദ്, ചില ആർട്ടിക്കിളുകളല്ലാതെ, അല്ലത്തി തുബ്ദിഊനഹ, നിങ്ങൾ കണ്ടുപിടിച്ച, വതക്തുബൂനഹ, നിങ്ങൾ എഴുതിയ, വതതഫവഖൂന ഫീഹ, നിങ്ങൾ കുറച്ച് മുകളിൽ നിൽക്കുന്ന, നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾ നേടിയ, നിങ്ങൾ ഉയരങ്ങളിലെത്തിയ, അങ്ങനത്തെ അതിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ആ ആർട്ടിക്കിൾ അല്ലാതെ നിങ്ങൾ അയക്കരുത്. ബഈദൻ, അകന്നു നിന്നുകൊണ്ട്, അനിൽ ഖസ്സി വന്നുസ്ഖ് വല്ലസ്ഖ്, കട്ടിങ്, കോപ്പിയിങ്, പേസ്റ്റിങ്, അതിനെ തൊട്ട് അകന്നു നിൽക്കുക. നേരെ എവിടെയെങ്കിലും ഇത് കിട്ടിയാൽ അത് കട്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. കസ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക. അതിനെ തൊട്ട് അകന്നു നിൽക്കണം, അത് അവോയ്ഡ് ചെയ്യുക. അമ്മൽ അഖ്ബാറുൽ ആമ്മ, അപ്പൊ പിന്നെ ചില പൊതു വാർത്തകൾ ഉണ്ടാവും, ഓരോരോ പൊതു വാർത്തകൾ. അതുപോലെ തന്നെ റസായിലു സബാഹി വൽ മസാ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് എന്നുള്ള മെസ്സേജുകൾ. ജുമാ മുബാറക്, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ജുമാ മുബാറക് എന്നുള്ള മെസ്സേജുകൾ. അതൊക്കെ ഫഹിയ മശായിർ ഇലക്ട്രോണിയ മുമില്ല, മടുപ്പിക്കുന്ന ചില ഇലക്ട്രോണിക് ഫീലിംഗ്സുകൾ മാത്രമാണ്. ഇപ്പോ കുറെ പൊതു വാർത്തകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് മുമ്പ് കിട്ടിയിട്ടുണ്ടാകും. അതൊക്കെ മടുപ്പിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഫീലിംഗ്സുകൾ മാത്രമാണ്. ലാ ഹാജത ലനാ ബിഹാ, ഇവിടെ നമുക്കത് ആവശ്യമേ ഇല്ല. ഇതിന്റെ ബാക്കിയായിട്ട് ഞാൻ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എനിക്ക് ഈ കോളം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ മുമ്പ് വാട്സപ്പിൽ വായിച്ച ഒരു ചെറിയ ട്രോളായിരുന്നു. ട്രോളെന്നു വെച്ചാൽ നമ്മുടെ ബാലന്റെ മകനെ കാണാതായി, 5 വയസ്സുള്ള കുട്ടിയായിരുന്നു, കാണാതായി. അങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അങ്ങനെ പോസ്റ്റ് ഇട്ടത് കൊണ്ട് പിറ്റേ ദിവസം തന്നെ ആളെ കണ്ടെത്തി, വീട്ടിലെത്തി. പക്ഷെ അതിനുശേഷം, ഇപ്പൊ 2 വർഷം മുമ്പത്തെ കഥയാണ്, അതിനുശേഷം ഇപ്പൊ 2 വർഷമായിട്ടും കുട്ടിക്ക് പുറത്തിറങ്ങാനോ, വിദ്യാഭ്യാസം പോലും മുടങ്ങി. കുട്ടിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, സ്കൂളിൽ പോകാൻ കഴിയണില്ല, പുറത്തിറങ്ങാനൊന്നും കഴിയില്ല. എന്താ കാര്യം? കുട്ടി പുറത്തിറങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ആളുകൾ പിടിച്ചിട്ട് വീട്ടിൽ തന്നെ കൊണ്ടാക്കുകയാണ്. വിഷയം എന്താണെന്നറിയില്ലേ? അന്ന് 2 വർഷം മുമ്പ് പ്രചരിച്ച ആ മെസ്സേജ് ഇപ്പോഴും ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നും കണ്ടിട്ടുണ്ടാവും ഈ മെസ്സേജ്. അപ്പൊ കുട്ടീനെ കാണുമ്പോൾ ഇത് തന്നെയാണ് ആ കുട്ടി എന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിൽ കൊണ്ടാക്കുക. ഒരു ട്രോളാണ്. പക്ഷെ ഈ സന്ദർഭത്തിനോട്